കാട്ടാന ആക്രമണത്തിൽ 15 പേർക്ക് ജീവൻ നഷ്ടമായിട്ടും കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. തകരാറിലായ സോളാർ ഫെൻസിംഗും നന്നാക്കിയില്ല. കാട് വെട്ടിത്തെളിക്കുന്ന ജോലികളും പ്രദേശത്ത് പൂർത്തിയായില്ല. ഓരോ ആളും കൊല്ലപ്പെടുമ്പോൾ യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും ഒന്നും നടപ്പായില്ലെന്നും ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മതിൽ നിർമ്മാണത്തിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയോ എന്ന് പരിശോധിക്കുമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. സിനോജ് തോമസിന്റെ വിവരങ്ങൾ നൽകാൻ. സിനോജ്, നോക്കൂ, ഓരോ തവണ അല്ലെങ്കിൽ ഓരോ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടും എന്നിട്ട് പോലും നടപടിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ ആറളം ഫാമിലിയിൽ. ഇപ്പോൾ നമുക്കറിയാം, ഇന്നും ആക്രമണമുണ്ടായി, ഒരു മരണമുണ്ടായി, ഒരാൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് എത്ര കാലം ഇങ്ങനെ നീണ്ടുപോകും? എന്താണ് ഒരു നടപടി എടുക്കാത്തതെന്ന ചോദ്യം ന്യായമല്ലേ? പുലർച്ചെ 4 മണിക്കാണ് അനീഷിനെ കാട്ടാന ആക്രമിക്കുന്നത്. അനീഷും ഭാര്യയും +2 പഠിക്കുന്ന മകളും 7ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടിയും ഈ 4 പേർ പുലർച്ചെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സംഭവം നടക്കുന്നത്. 4 മണി കഴിയുമ്പോൾ തന്നെ നമ്മളെ വാച്ചറെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അടക്കാത്തോടിൻ്റെ പൂക്കുണ്ട് ഉന്നതി ഭാഗത്ത് നൈറ്റ് പെട്രോളിംഗ് നടത്തുമായിരുന്നു. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും ദൂരം ഓടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓടി ചെല്ലുമ്പോൾ അങ്ങനെ ഒരാളിങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ എന്താ പറ്റി, ആന ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എടുത്തിട്ട് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്തത് പേരാവറേക്ക്. പരിക്ക് എങ്ങനെയാണ്? പരിക്കൊരു ഇവിടെ ഇങ്ങനെ വരഞ്ഞതായിട്ടും തലക്ക് ചെറിയായിട്ട് ഇഞ്ചറി ചോര വരുന്നത് കാണുന്നുണ്ടായിരുന്നു. ആനമതിലിൻ്റെ നിർമ്മാണം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. 2 വൃദ്ധ ദമ്പതികൾ അവിടെ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, 4 ദിവസമായി. അന്ന് മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു ചേർത്ത് ആനമതിലിൻ്റെ പണി ദ്രുതഗതിയിൽ നടത്താമെന്ന് തീരുമാനമെടുക്കുകയും, പക്ഷേ ഇന്ന് ഈ സാഹചര്യത്തിൽ ആനമതിലിൻ്റെ പണി പൂർത്തീകരിക്കാനും സാധിച്ചിട്ടില്ല. പണികളും പുറകിലോട്ടാണുള്ളത്. അതുപോലെ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാർ സുരക്ഷിതരുമല്ല, കയ്യേറി നിൽക്കുന്ന കുറേയേറെ കുടുംബങ്ങളുണ്ട്. അതുപോലെ പ്ലോട്ട് മാറി താമസിക്കുന്ന ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അവർക്കൊന്നും ഭൂമി കൊടുക്കാതെയാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന സ്ഥലമില്ലാത്ത കുടുംബങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഭൂമി ഇന്നലെ കൈവശരേഖ കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അവിടെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി കിടക്കുന്ന കുടുംബങ്ങൾ നിരവധിയുണ്ട്. അവരെ പരിഗണിക്കാതെയോ അവരെ മാനിക്കാതെയോ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നാടുകളിൽ 5 സെന്റ് ആണെങ്കിലും സുരക്ഷിതമായി കിടക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ആർളം ഫാമിലേക്ക് വരുവാൻ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും കശുവണ്ടി ഉണ്ടാകുന്ന സീസണാണ്, ചക്കയും മാങ്ങയൊക്കെ തന്നെ ഉണ്ടാകുന്ന സീസണാണ്. ആന കൂടുതലായിട്ട് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ട്. ഏതായാലും അവിടെയുള്ള പ്രതിരോധ മാർഗങ്ങളുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. പരിയാരത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.